ഹായ് എവ്രി വൺ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ലിൻസീസ് ലിങ്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ലോ ലൈറ്റ് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അന്നേരം വളരെ കുറച്ച് വെട്ടത്തിലും ഇരുണ്ട വെളിച്ചത്തിലും നമുക്ക് വെക്കാൻ പറ്റുന്ന വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഇന്ന് കാണാം. അന്നേരം ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ്. അന്നേരം സ്നേക്ക് പ്ലാന്റ് എന്ന പേര് കേൾക്കുമ്പോഴേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മദർ ഇൻ ലോസ് ടങ്ക് എന്നും ഇതിന് കുറച്ച് പേരുണ്ട്. അന്നേരം ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല പോലെ ഡ്രൈ എൻവയോൺമെൻറ്റിൽ വളരുന്ന ടൈപ്പ് പ്ലാന്റാണ് ഈ സി പ്ലാന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വെള്ളം ഒഴിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇത് വാടിപ്പോവുകയോ ഒന്നും ചെയ്യത്തില്ല, ഉണങ്ങിപ്പോവുകയോ ഒന്നുമില്ല. ഇത്ര ഡ്രൈ എൻവയോൺമെൻറ്റിലും ഇത് കിളിക്കും. നമ്മൾ ഒരാഴ്ച വീടിന് പുറത്ത് പോയിട്ട് വന്നു എന്ന് പറഞ്ഞാലും പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു ബെനഫിറ്റ്. അന്നേരം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അകത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റ്. അതിൻ്റെ ഈ സ്ട്രാപ്പി സ്വോട്ട് ലൈക്ക് ലീവ്സ് ആണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇതിൻ്റെ പല ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഉണ്ട്. വൈറ്റ്, ഗ്രീന്, യെല്ലോ സ്ട്രൈപ്സ് ഉണ്ട്. അന്നേരം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് എൻ്റെ കയ്യിലുള്ള ഒരു വെറൈറ്റിയാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നല്ല നീളത്തിൽ വളരുന്ന ടൈപ്പുമാണ്. അടുത്ത ഒരു ഇൻഡോർ പ്ലാന്റാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ആ കളേഴ്സും അതിൻ്റെ ഡിസൈനും ഒക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു പ്ലാന്റാണ് ഇത്. ഇതാണ് നമ്മുടെ സ്ട്രോമാത്തെ ട്രയോസ്റ്റാർ എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിൻ്റെ ലീവ്സൊക്കെ ആക്ച്വലി നമ്മൾ കണ്ടാൽ വിചാരിക്കും ഇത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനലാണോ എന്നൊരു സംശയം തോന്നും ഇൻഡോറിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ. അത്രയ്ക്ക്, അതായത് കോർണർ സൈഡിലൊക്കെ വെക്കാൻ നല്ല ഒരു ഇൻഡോർ പ്ലാന്റാണ്. ഇതിന് ഒരുപാട് ബ്രൈറ്റ് സൺലൈറ്റും വേണമെന്നില്ല. ഒരു ലോ ടു മോഡറേറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്ട്രോമാത്തെ പ്ലാന്റ് നല്ലതുപോലെ വളരും. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഇൻഡോർ പ്ലാന്റ്. ഇത് ഞാൻ ഇൻഡോറിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഇടയ്ക്കൊന്ന് ഒരു 1-2 ദിവസം ഞാനൊന്ന് പുറത്ത് വെക്കും. അതെൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ് ഞാൻ പുറത്ത് വെക്കുന്നത്. പുറത്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു വിൻഡോ സൈഡിലാണ് പ്ലാന്റ് ഇരിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പവുമില്ലാതെ അത് പോയിക്കോളും. പിന്നെ ഇടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഒരുപാട് വെള്ളം വേണ്ട. ഒരു 3 to 4 days ആകുമ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അന്നേരം ആ പ്ലാന്റിന് നല്ല ആവശ്യത്തിനുള്ള വെള്ളവും കിട്ടും, നല്ല ലൈറ്റും. ഒരു മോഡറേറ്റ് ലൈറ്റ് മതി. വിൻഡോ സൈഡിലൊക്കെ വെക്കുന്നതായിരിക്കും ഈ പ്ലാന്റിന്. ലോ ടു മോഡറേറ്റ് ലൈറ്റാണ് ഈ പ്ലാന്റിന് വേണ്ടിയത്. തികച്ചും മറ്റുള്ള പ്ലാന്റിനെ അപേക്ഷിച്ച് നമുക്ക് ഡാർക്ക് റൂമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ പ്ലാന്റ് നല്ല പോലെ തന്നെ പോകുന്നതാണ്. പക്ഷെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ലോ ടു മോഡറേറ്റ് ലൈറ്റ് വിൻഡോ സൈഡിലൊക്കെ വെക്കുന്നതാണ് ഈ പ്ലാന്റിന് നല്ലത്. അതുപോലെ തന്നെ ഈ പ്ലാന്റ് അതിൻ്റെ ആ ഒരു ഡിസൈൻ ബാക്ക് സൈഡിലായിട്ടൊരു റെഡിഷ് ഡിസൈനും അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇതേപോലെ വൈറ്റും ഗ്രീനുമായിട്ട് വരുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് നമുക്കിപ്പം നഴ്സറീസിൽ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഓൺലൈനിലും ഒക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ പ്ലാന്റ്. പിന്നെ നമ്മളിത് വെക്കുമ്പോൾ ഒരു ഇൻഡോർ പോട്ടിൽ തന്നെ വെക്കുക. അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഒരുപാട് കെയറോ അങ്ങനെ ഒന്നും വേണ്ട. പിന്നെ മാസത്തിൽ ഒരിക്കലൊന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസേഷൻ പ്ലാന്റിന് കൊടുക്കുക. അതായത് എന്തെങ്കിലും ഒന്നുകിൽ ലിക്വിഡ് ഫെർട്ടിലൈസറോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുന്ന പ്ലാന്റിൻ്റെ ആ ഗ്രോത്തിന് നല്ലതാണ്. അന്നേരം നമ്മൾ നല്ല വളവും ന്യൂട്രിയൻസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ന്യൂ പ്ലാന്റ്സ് വന്ന് നമ്മുടെ ആ ചട്ടി നല്ല ഫുള്ളായി ലഷായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മാസത്തിൽ ഒരിക്കൽ ഒരു ഫെർട്ടിലൈസേഷൻ കൊടുക്കുന്ന പ്ലാന്റ്സിന് മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സിന് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ പ്ലാന്റ് വളരെ ഈസി ടു ഗ്രോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ചത്തേക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഈ പ്ലാന്റ് ഉണങ്ങിപ്പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാനത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അന്നേരം നമുക്ക് ഇത് അകത്ത് വെക്കാൻ പറ്റും. ഇൻ കേസ് ജോലി ചെയ്യുന്നവരോ മീൻസ് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ സ്ട്രോമാത്തെ പ്ലാന്റ്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സി പ്ലാന്റ് ആണ്. സി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻഡോറൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇത് വളരെ നല്ല പോലെ വളരുന്നൊരു പ്ലാന്റാണ് ഡ്രൈ എൻവയോൺമെൻറ്റിൽ. അതായത് ഡ്രൈ എൻവയോൺമെൻറ്റിലും അതുപോലെ തന്നെ ലോ ലൈറ്റിലും വളരെ ഈസി ആയിട്ട് വളരുന്നൊരു പ്ലാന്റാണ് ഈ സി പ്ലാന്റ്. പിന്നെ ഒരു കാര്യം, ഈ സി പ്ലാന്റ് നമ്മൾ അകത്ത് വെക്കാൻ നേരം പൊടിയും ഡസ്റ്റും ഒക്കെ കയറി ഈ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കും. അന്നേരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
കുറച്ച് തുണിയൊക്കെ എടുത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക, അതിന് അതിൻ്റെ അടുത്ത് പൊടിയൊക്കെ പോയി ലീഫിനൊക്കെ ഒരു ഗ്ലോസി ഫിനിഷിങ് കിട്ടും. അതായത് നല്ല പോലെ തിളങ്ങുന്ന ഒരു ഗ്രീൻ കളറാണ് നമ്മുടെ ഈ CC പ്ലാന്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഗ്ലോസി ലീവ്സ് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തുടച്ചു കൊടുക്കുക. അത് അതിൻ്റെ എയർ എക്സ്ചേഞ്ചിനും ഒക്കെ നല്ലതാണ്. നമ്മുടെ ലീഫൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റ് വളരെ സ്ലോലിയാണ് ഇതിൻ്റെ ആ ഗ്രോത്ത്. മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് പെട്ടെന്ന് അങ്ങ് വളർന്ന് ലഷാവുന്ന ടൈപ്പല്ല. ഇത് വളരെ സ്ലോലിയാണ് ഈ പ്ലാന്റിൻ്റെ ഒരു വളർച്ചയെന്ന് പറയുന്നത്. അതേപോലെ ഒരു ഫോർഗെറ്റ്ഫുൾ പ്ലാന്റ് നമ്മളവിടെ വെച്ചിട്ട് നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, അതവിടെ ഇരുന്ന് വളർന്നോളും. ഇപ്പം നമ്മളതിനെ ശ്രദ്ധിച്ചില്ലെന്ന് ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത് നോക്കിയില്ലെങ്കിലോ ഒന്നും കുഴപ്പമില്ല, അത് അവിടെ നിന്ന് അതിൻ്റെ വഴിക്ക് വളർന്നു വന്നോളും. ഇടയ്ക്കൊന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ ലീഫൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി വെച്ചാൽ മതി ഈ CC പ്ലാന്റ്. എന്നാൽ CC പ്ലാന്റിന് ഒരുപാട് കെയറൊന്നുമില്ല, വളരെ ലോ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ലോ ലൈറ്റ് പ്ലാന്റാണ് നമ്മുടെ CC പ്ലാന്റ്. ഇതുപോലെ തന്നെ സ്ലോ ഗ്രോറും കൂടിയാണ് നമ്മുടെ ഈ CC പ്ലാന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ CC പ്ലാന്റ് സാധാരണ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണെന്ന് എനിക്കറിയാം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. കാരണം ഒരുപാട് കെയർ ഒന്നും കൊടുക്കാതെ ഈസി ആയിട്ട് വളർത്തിക്കൊണ്ട്, അതുപോലെ പെട്ടെന്ന് ഉണങ്ങി പോവുകയോ ഡ്രൈ ആയി പോവുകയോ ഒന്നും ചെയ്യത്തില്ല ഈ CC പ്ലാന്റ്. ഇതിനും ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് ഡാർക്ക് റൂമിലും വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ CC പ്ലാന്റ്. ഇതിനൊട്ടും വെട്ടം വേണ്ടിയ ആവശ്യമില്ല. ഞാൻ ചിലപ്പോൾ റൂമൊക്കെ അടച്ചിട്ടിട്ട് പോകുന്ന അകത്ത് വെട്ടമില്ലെങ്കിലും പ്ലാന്റിന് ഒരു കുഴപ്പമില്ല. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഉണങ്ങി പോവുമോ, നമ്മൾ പ്ലാന്റിന് പുറകെ നടന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ടൈപ്പല്ല അത്. ഇനി അടുത്ത ഒരു പ്ലാന്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് പോത്തോസാണ്. പോത്തോസ് എന്ന് പറഞ്ഞാൽ അതൊരു ലോ ലൈറ്റ് ലവർ പ്ലാന്റാണ്. ലോ ലൈറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് നമ്മുടെ പോത്തോസ്. അത് ഏത് ടൈപ്പ് പോത്തോസ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് വീടിനുള്ളിൽ വെക്കാൻ പറ്റുന്നതാണ്. അതായത് മണി പ്ലാന്റ് എന്ന് പറയുന്നത് എപ്പം നമ്മൾ അകത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ അത് ഉണങ്ങി പോകുക, ഒരു വെട്ടമില്ലെങ്കിൽ പ്രശ്നമോ ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പ്ലാന്റാണ് ഈ പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റ്. ഐഡിയലി ഈ ഒരു പോത്തോസ് പ്ലാന്റ് ലോ ടു മോഡറേറ്റ് ലൈറ്റാണ് വേണ്ടത്. അതായത് ചെറിയൊരു കംപ്ലീറ്റ്ലി നമുക്ക് ഡാർക്ക് റൂമിൽ കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. ഇതിനൊരു ലോ ലൈറ്റ് വേണം. അന്നേരം ലോ ടു മോഡറേറ്റ് ലൈറ്റാണ് നമ്മുടെ ഈ പോത്തോസ് പ്ലാന്റിന് വേണ്ടിയത്. പിന്നെ വേറൊരു കാര്യം, ഈ പ്ലാന്റ് ലോ ലൈറ്റിൽ വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഗ്ലാസ്സും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഈ നോടുള്ള ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ആ വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ന്യൂ പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ഒരു CC പ്ലാന്റിൻ്റെ നമ്മുടെ ഈ ഒരു പോത്തോസിൻ്റെ പ്രത്യേകത. നമുക്ക് പെട്ടെന്ന് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒത്തിരി ആക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് നശിച്ചു പോത്തതും ഇല്ല നമ്മുടെ ഈ മണി പ്ലാന്റ്. അല്ല എങ്കിൽ നമ്മുടെ ഈ പോത്തോസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഇൻ ബിറ്റ്വീൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതാണ് നമ്മുടെ ഈ പോത്തോസ്. അകത്ത് വെക്കാൻ വളരെ ലോ ലൈറ്റിൽ വെക്കാൻ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ നമുക്കിത് വളർത്തിയെടുക്കാനും പറ്റും. പിന്നെ വാട്ടർ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട കാര്യം ഉണ്ട്. ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നൊരു പ്ലാന്റാണ് നമ്മുടെ മോൺസ്റ്ററ പ്ലാന്റ്. മോൺസ്റ്ററ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മുടെ ഒരു റൂമിൽ നമുക്കൊരു, അല്ലെങ്കിൽ നമ്മുടെ സിറ്റിംഗ് റൂമിൽ ഒക്കെ നമുക്കൊരു ലഷ്നെസ് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു മോൺസ്റ്ററ പ്ലാന്റ് വളരെ ഈസി ആയിട്ട് നമ്മുടെ റൂമിനെ ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഗ്രീനിഷ് ഇത് കൊണ്ടുവരാൻ പറ്റുന്നൊരു പ്ലാന്റാണ് നമ്മുടെ മോൺസ്റ്ററ. ഇതിൻ്റെ ആ ബിഗ് ലീവ്സാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ബിഗ് ലീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീവ്സ് ഒരു 2 അടി വരെ വീതിയിൽ ഇതിന് വളരാൻ പറ്റും. അതാണ് ഇതിൻ്റെ ആ ഒരു വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രത്യേകത. ഇത് കണ്ടോ, മുകൾ വശം നല്ല ഡാർക്ക് ഗ്രീനും അതിൻ്റെ അടിയിൽ ഒരു ചെറിയ ലൈറ്റ് ഗ്രീനുമാണ് ഇതിൻ്റെ കളറെന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ലീഫാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഇതേപോലുള്ള കട്ടേ ഉള്ളൂ. ഇത് പ്ലാന്റിൻ്റെ ലീഫ് വലുതായി വരുന്നതിനനുസരിച്ചാണ് ഇതുപോലെ അതിനകത്തുള്ള കട്ടിങ്സ്, പ്ലാന്റ് ലീവ്സിലുള്ള കട്ട്സ് വരുന്നത്. ഇത് ലീവ്സ് വലുതായി വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഈ ഒരു മോൺസ്റ്ററ പ്ലാന്റിന് വേറൊരു പേര് കൂടിയുണ്ട്, സ്വിസ് ചീസ് പ്ലാന്റ് എന്നും
ഈ ഒരു മോൺസ്റ്റർ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ ഇതിന് മോസ്റ്റിക് ഒന്നും വെച്ച് കൊടുക്കണ്ട. കുറച്ചുകൂടി ഒന്ന് വലുതാകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മോസ്റ്റിക് വെച്ച് കൊടുത്താൽ അത് അതിലേക്കൊന്ന് ക്രീപ്പ് ചെയ്ത് കയറുന്ന വളർന്നോളും. അത് ഒരു സപ്പോർട്ടിന് വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അന്നേരം ഈ ഒരു പ്ലാന്റിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സൺലൈറ്റോ ബ്രൈറ്റ് സൺലൈറ്റ് വേണ്ട, ഒരു ലോ ലൈറ്റിലും വളരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ മോൺസ്റ്റർ പ്ലാന്റ്. വളരെ ബ്യൂട്ടിഫുൾ. അതിൻ്റെ അട്രാക്ഷൻസ് തന്നെ അതിൻ്റെ കട്ടിങ്സാണ്, ലീഫിൽ വരുന്ന ആ കട്ടിങ്സാണ് ഒരു മോൺസ്റ്റർ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു അട്രാക്ഷൻ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് പ്ലാന്റ് നമ്മൾ ഇൻഡോറിൽ വെക്കുകയാണ് അല്ലെങ്കിൽ ഏത് ലോ ലൈറ്റ് പ്ലാന്റിനും പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കെയറിങ് ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. മോഡറേറ്റ് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതിയാകും എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും. അതാണ് ഏറ്റവും നമ്പർ 1 ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓവർ വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഇൻഡോറിൽ വെക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേര് ചീഞ്ഞ് ചെടികൾ ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രമേ ഇതിന് ഒഴിച്ചു കൊടുക്കാവൂ. അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. താങ്ക് യു. ബൈ.